ഈ പുണ്യ റമദാൻ മാസത്തിൽ നിങ്ങൾ നൽകുന്ന ഓരോ നാണയത്തൊട്ടും ഞങ്ങളെ ഇങ്ങോട്ട് ഉൾപ്പെടുത്തിട്ട് ഇത് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷമീന. ഞാൻ എറണാകുളം ചേരാനല്ലൂർ മഹലിൽപ്പെട്ടതാണ്. എൻ്റെ വീട് ഇപ്പോൾ ബാങ്കിൻ്റെ ജപ്തിയിൽ നിൽക്കുകയാണ്. ആ വീട്ടിലേക്ക് ഞങ്ങളുടെ ഒരുപാട് പരിശ്രമം കൊണ്ട്, എൻ്റെ ഭർത്താവ് പ്രവാസിയുമായിരുന്നു, അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് ഞങ്ങൾ വാങ്ങിയൊരു വീടാണത്. ഇതിലിപ്പം ബാങ്കിൻ്റെ ജപ്തിയുടെ പൊസിഷൻ നോട്ടീസ് വരെ കൊണ്ടുവന്ന് ഒട്ടിച്ചേക്കണേണ്. ഞങ്ങൾക്ക് ഈ വീടില്ലാതെ വേറെ സ്വന്തമായിട്ട് ഒരു വസ്തു പോലും ഇല്ലാത്തവരാണ് ഞങ്ങൾ. ഇതും കൂടി നഷ്ടപ്പെട്ട് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ മാത്രമേ വഴിയുള്ളൂ. എനിക്ക് സുഖമില്ലാത്ത ഒരു കുട്ടിയുള്ളതാണ് എൻ്റെ കൂടെ. ഈ വീട് ഞങ്ങൾക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ പുണ്യമായ റമദാൻ മാസത്തിൽ. ഈ പുണ്യ റമദാൻ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെങ്കിലും എന്തെങ്കിലും തന്ന് സഹായിക്കണമെന്ന് ഒരുപാട് സക്കാത്തുകൾ ചെയ്ത് യൂസുഫ് അലി സാറെങ്കിലും ഇത് കണ്ട് ഞങ്ങളെ ഒന്ന് കരകയറ്റണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഒരുപാട് പേര് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ഞങ്ങളിത്. ഇത് കൈവിട്ട് പോകുമ്പോഴുണ്ടാകുന്ന സങ്കടം ഞങ്ങൾക്ക് പറഞ്ഞാൽ പറ്റാത്തൊരു വിധത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് വേറൊരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ യാചിക്കുന്നത്. ബാങ്ക് തന്ന അവധിക്ക് മുമ്പ് ഞങ്ങൾക്ക് പൈസ ബാങ്കിൽ എത്തിക്കണം. എന്തെങ്കിലും ഒരു വഴി സഹായിച്ച് എല്ലാവരും സഹായിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. പടച്ചവന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ സ്വരുക്കൂട്ടിയ സമ്പാദ്യത്തിൽ നിന്ന് ഒരു നാണയത്തൊട്ടി കുടുംബത്തിന് കൊടുത്ത് ഇവരുടെ നടുത്തെരുവിലേക്ക് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി, ഒരു കൂട്ട ആത്മഹത്യ ഒഴിവാക്കാൻ വേണ്ടി ഈ കുടുംബത്തെ പടച്ചവനെ ഓർത്ത്, റബ്ബിനെ ഓർത്ത് ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൽ നിങ്ങൾ സഹായിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നവാസ്. ഞാനൊരു പ്രവാസിയായിരുന്നു. 11 വർഷക്കാലം പ്രവാസ ജീവിതത്തിലൂടെ സമ്പാദിച്ച ആ തുക കൊണ്ട് വീട് വാങ്ങിയതാണ്. അതൊന്ന് ജപ്തിയുടെ വക്കിലാണ്. എൻ്റെ മകളും അസുഖക്കാരിയാണ്, എൻ്റെ ഭാര്യ അസുഖക്കാരിയാണ്. മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈ നീട്ടുകയാണ്. വാടക വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. 25 ലക്ഷം രൂപ ബാങ്കിലടക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് വീട് പണയപ്പെടുത്തിയാണ് ഞാൻ എൻ്റെ മകൾ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കിയതും മറ്റുള്ള കാര്യങ്ങൾ നടത്തിയതും. ഇപ്പോൾ വീട് കൂടി നഷ്ടപ്പെടുന്ന ഘട്ടത്തിലായപ്പോഴാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൈ നീട്ടുന്നത്. സഹായിക്കണം. അത്രയും ബുദ്ധിമുട്ടും അത്രയും പ്രയാസങ്ങളുമായിട്ട് ഒരു ദിവസം തള്ളി നിൽക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുകയാണ്. ഇത് കാണുന്ന പ്രിയ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഞങ്ങളെ സഹായിക്കണം.